ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നോമ്പ് കാലത്തിലെ 3-ാമത്തെ വെള്ളിയാഴ്ചയാണ്. ഇത് നമുക്ക് കുരിശിൻ്റെ വഴിയുടെ 6-ാം സ്ഥലത്ത് നമ്മൾ കണ്ടുമുട്ടുന്ന ആ വെറോനിക്ക എന്ന് പറയുന്ന ഭക്തസ്ത്രീയെക്കുറിച്ച് ധ്യാനിക്കാം. വെറോനിക്ക ഒരു സാധാരണ യഹൂദ സ്ത്രീയാണ്. മേന്മയൊന്നും നമുക്ക് അവളെക്കുറിച്ച് അവകാശപ്പെടാനായിട്ടില്ല. പക്ഷേ അവളുടെ ജീവിതത്തിലെ എല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട്, അവൾക്ക് ഭർത്താവ് ഉണ്ടായിരിക്കാം, മക്കളുണ്ടായിരിക്കാം, അവളുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ വേറെ പലതും ഉണ്ടായിരിക്കാം. പക്ഷേ അവളതെല്ലാം വേണ്ടെന്ന് വെച്ചുകൊണ്ടാണ് പട്ടാളക്കാരുടെ ഇടയിലൂടെ കർത്താവിൻ്റെ അടുത്തേക്ക് നടന്നെടുക്കുന്നത്. കാരണം അവൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് കർത്താവ് ദൈവപുത്രനാണെന്ന്. അങ്ങനെ ഒരു തിരിച്ചറിവില്ലായിരുന്നെങ്കിൽ അവൾ ജീവൻ പണയം വെച്ച് വരില്ലായിരുന്നു. കാരണം പട്ടാളക്കാർ ചിലപ്പോൾ ഇടിക്കാം, ചിലപ്പോൾ അവളെ തട്ടിക്കളയാം. ജീവന് പോലെ അപകടമുള്ള സ്ഥലത്തേക്കാണ് അവൾ കടന്നു വന്നത്. ആ കടന്നു വരാനുള്ള കാരണം അവൾ കർത്താവായ യേശുവിനെ ഏക രക്ഷകനായി അംഗീകരിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതിൻ്റെ സമ്മാനമാണ് അവളുടെ തൂവാലയിൽ തിരുമുഖം പതിച്ചു കൊടുത്തത്. ജീവൻ പണയം വെച്ച്, ജീവൻ തൃണവൽക്കരിച്ച് കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവർക്കാണ് കർത്താവ് ഹൃദയത്തിൽ തിരുമുഖം പതിച്ചു കൊടുക്കുന്നത്. വിശുദ്ധരുടെ ജീവിതങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ അങ്ങനെയല്ലേ കാണുന്നത്. അവർ ഈ ലോകത്തിൽ അവർക്ക് കിട്ടാവുന്ന എല്ലാം അവർ വേണ്ടെന്ന് വെച്ചിട്ട് കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. ആദിമസഭയിലെ തീപ്പന്തങ്ങളായി കത്തിച്ചു നിർത്തിയ ക്രിസ്ത്യാനികളെ കുറിച്ചൊക്കെ ഓർത്ത് നോക്കിയേ. ഒരാൾ കത്തുന്നത് കണ്ടിട്ടാണ് അടുത്ത ആൾ പറയുന്നത് ഞാനും റെഡിയാണെന്ന്. അപ്പോൾ ഇതെങ്ങനെ ധൈര്യം കിട്ടുന്നത്? യേശു ക്രിസ്തു കൂടെ ഉണ്ടെന്നും യേശു ക്രിസ്തു അല്ലാതെ വേറൊരു ദൈവം ഇല്ലെന്നും യേശു ക്രിസ്തുവിന് വേണ്ടി ജീവൻ അർപ്പിച്ചാൽ അവൻ അവൻ്റെ മടിത്തട്ടിൽ ഇരുത്തും എന്നുള്ള പൂർണ്ണമായുള്ള ബോധ്യമുള്ളതുകൊണ്ടാണ് അവർ നിന്നു കൊടുത്തത്. അപ്പോൾ സിംഹങ്ങളുടെ കൂട്ടിലേക്കൊക്കെ വിശക്കുന്ന ആ മനുഷ്യരെ തിന്നുന്ന മൃഗങ്ങളുടെ കൂട്ടിലേക്കൊക്കെ മനുഷ്യരെങ്ങനെ എറിഞ്ഞെറിഞ്ഞ് കൊടുക്കുമ്പോൾ വരിവരിയായിട്ട് നിൽക്കുന്നവർ കാണുന്നുണ്ട്. ഇപ്പം മരിക്കും, ഇപ്പം മൃഗങ്ങൾ ആക്രമിക്കും, തിന്നുകളയുമെന്ന്. എന്നിട്ടും അവരൊരു ഇഞ്ച് പോലും പിന്മാറാതെ നിന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ മനസ്സിലാക്കിയത് കൊണ്ടും ഏകരക്ഷകനായി അംഗീകരിച്ചുകൊണ്ടുമാണ്. ഫിലിപ്പി ലേഖനത്തിൽ നമ്മൾ 3-ാം അധ്യായത്തിൻ്റെ 8-ാം വചനത്തിൽ പൗലോസ് എഴുതി വെച്ച് നമ്മൾ വായിക്കുന്നുണ്ട്, യേശു ക്രിസ്തുവിനെ പ്രതി സകലതും ഉച്ഛിഷ്ടം പോലെ കണക്കാക്കി. ഉച്ഛിഷ്ടം നമ്മളാരും പിന്നെ തിന്നില്ലല്ലോ, അതുപോലെ കണക്കാക്കി എന്നുള്ളതാണ്. അപ്പോൾ ഈ വെറോനിയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ഓർക്കണം, വെറുതെ ഓടി വന്ന് മുഖം തുടച്ചപ്പോൾ തൂവാലയിൽ ഈശോയുടെ തിരുമുഖം പതിച്ചു കൊടുത്തതല്ല. അവൾ അത്രയ്ക്കും ത്യാഗം എടുത്തിട്ടുണ്ട്. അവൾ അത്രയ്ക്കും ജീവിതത്തെ തന്നെ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് കർത്താവിന് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ചായ പതിപ്പിച്ചു കൊടുത്തത്. ഈ നോമ്പുകാലത്ത് കർത്താവിന് വേണ്ടി നല്ല പരിത്യാഗം ചെയ്യാൻ, വേണ്ടെന്ന് വെക്കലുകൾ ഇഷ്ടം പോലെ ചെയ്യാൻ, നമ്മുടെ കർത്താവാണ് ഏക കർത്താവ്, അത് യേശു ക്രിസ്തു അല്ലാതെ വേറൊരു ദൈവമില്ലെന്ന് മറ്റുള്ളവരോടൊക്കെ പ്രഘോഷിക്കാൻ നമുക്ക് സാധിക്കട്ടെ. എല്ലാവരുടെയും ഹൃദയത്തിൽ ഈശോയുടെ തിരുമുഖ ചായ പതിയട്ടെ. ആമീൻ.